الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാന ശ്വാസം വരെയും അതിൽ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി ജീവിക്കാനും റബ്ബ് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും നാഥൻ അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കാനുമുള്ള മഹാ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ള കുടുംബം എന്ന സംവിധാനത്തെ സംബന്ധിച്ചാണ്. ആ കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചും കുടുംബബന്ധം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. കുടുംബത്തിന്റെ അച്ചുതണ്ട് എന്തായിരിക്കണമെന്നും അതെങ്ങനെയാണ് രൂപപ്പെട്ട് വരേണ്ടതെന്നും അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ഉൾക്കരുത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ ഘടനയെ, മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഉൾക്കരുത്തിനെ ദുർബലപ്പെടുത്താൻ എല്ലാ ഇസ്ലാം വിരുദ്ധ ശക്തികളും കിണഞ്ഞ് പരിശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളൊക്കെയും ഈ കുടുംബം എന്ന സംവിധാനത്തെ തകർക്കുക, ഇല്ലാതാക്കുക എന്നതിൽ ഒരേ നിലപാടാണ് വെച്ചു പുലർത്തുന്നത്. അത് മുതലാളിത്തമായാലും കമ്മ്യൂണിസം ആയാലും ഒക്കെ നമുക്ക് അതിൻ്റെ ഈ ഒരു സമാനത നമുക്ക് കാണുവാൻ സാധിക്കും. കമ്മ്യൂണിസം പണ്ടേ തന്നെ കുടുംബഘടനയ്ക്ക് എതിരാണ്, ആശയപരമായി തന്നെ എതിരാണ്. കാരണം സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാകണമെങ്കിൽ കുടുംബം എന്ന
മനുഷ്യ കുലത്തോളം തന്നെ പഴക്കമുള്ള ഈ സംവിധാനം തകരണം എന്നതാണ് കമ്മ്യൂണിസം പണ്ട് മുതലേ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പോളത്തെ തങ്ങളുടെ സർവ്വപ്രധാനമായ കേന്ദ്രമായി ഗണിക്കുന്ന മുതലാളിത്തവും കുടുംബം തകരണമെന്നും അതുവഴി കുടുംബത്തിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും അതിന് കമ്പോളത്തെ ആശ്രയിക്കണമെന്നും അതുവഴി ലാഭം വ്യാപാര സാധ്യതകൾ വികസിപ്പിക്കണമെന്നുമാണ് മുതലാളിത്തം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിലപാടുകൾ അതിനനുസരിച്ചാണ് അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ദീനുൽ ഇസ്ലാം കുടുംബഘടനയെ സംരക്ഷിക്കുന്നതിന് വലിയ പ്രാധാന്യവും വലിയ ഗൗരവവും നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിന്റെ ഫൗണ്ടർ പടച്ചവനാണ്. കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള നിരന്തരമായ കൽപ്പനകൾ അള്ളാഹുവിന്റെ ദീനിൽ നിരന്തരമായി നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പൊ ഈ കുടുംബഘടനയെ ശക്തിപ്പെടുത്താനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി നിലനിർത്തുവാനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദർശ സംരക്ഷണത്തിന്റെ തന്നെ ഭാഗമാണ്. ആദർശ സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും സംരക്ഷണത്തിനും കൂടിയുള്ളതാണ് ഈ കുടുംബഘടനയെ സംരക്ഷിക്കുക, കുടുംബഘടനയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഭൗതിക ദർശനങ്ങൾക്കെതിരെയുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനത്തിലും ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് ഈ കുടുംബഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കുടുംബഘടനയുടെ അച്ചുതണ്ട് ഇണയും തുണയും ചേർന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും ചേർന്നുള്ളതാണ്. ഏത് കുടുംബത്തിന്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് കുടുംബഘടനയെ ഭദ്രവും ശക്തവുമായി നിലനിർത്തണമെങ്കിൽ ഇണയും തുണയുമാകുന്ന ആ കുടുംബത്തിന്റെ അച്ചുതണ്ട് കരുത്തുറ്റതായി നിലനിൽക്കേണ്ടതുണ്ട്. ഇണയും തുണയുമാകുന്ന അച്ചുതണ്ട് ഭദ്രമായിരിക്കണം. കുടുംബനാഥനും കുടുംബ നായികയും ഈ അച്ചുതണ്ട് ശിഥിലമായാൽ കുടുംബം ശിഥിലമാകും. കുടുംബം ശിഥിലമായാൽ സമൂഹവും ശിഥിലമാകും. അതുകൊണ്ട് ഇണയും തുണയുമാകുന്ന അച്ചുതണ്ട് ഭദ്രമായി നിലനിർത്തുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളാണ് മുസ്ലിം കുടുംബങ്ങളിൽ ധാരാളമായി ഉണ്ടാകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വരും. ഈ ശ്രമത്തിന്റെ അഥവാ ഈ അച്ചുതണ്ടിനെ ശക്തിപ്പെടുത്തേണ്ട ശ്രമത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് ആകേണ്ടത്? ഇണയും തുണയുമാകുന്ന ഒരു കുടുംബഘടനയുടെ അച്ചുതണ്ടിനെ ഭദ്രമാക്കുമ്പോൾ മാത്രമാണ് കുടുംബം ഭദ്രമായി നിലനിൽക്കുക. ഈ അച്ചുതണ്ട് ശിഥിലമായാൽ കുടുംബം ശിഥിലമാവും, അപ്പൊ സമൂഹം ശിഥിലമാവും. പക്ഷെ ഈ അച്ചുതണ്ടിനെ ഭദ്രമാക്കുവാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഇണയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഇത് ആരംഭിക്കണം എന്നതാണ്. ഇണകളുടെ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അത് ആരംഭിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതിനകം വിവാഹം കഴിഞ്ഞവരാണ്. ചിലരൊക്കെ വിവാഹം ഇനിയും കാത്തു നിൽക്കുന്നവരാണ്. പക്ഷെ അതേസമയം നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ അർത്ഥത്തിൽ ഇണതുണകളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്. ആർക്കും നമ്മൾ ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അടുത്ത ബന്ധങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരൊറ്റ ബന്ധം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഇണകളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഇണകളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇണകളെയാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആരും തിരഞ്ഞെടുത്തതല്ല. നമ്മുടെ കുട്ടികൾ ഏത് കോലത്തിലാകണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ ഭാര്യ പ്രഗ്നൻസി ആയത് മുതൽ നമുക്ക് സെലക്ഷനുള്ള ഒരു ഓപ്ഷൻ, ഒരു കാറ്റലോഗ് തന്ന് കുറെ സ്പെസിഫിക്കേഷൻസ് നൽകി, കുറെ സാമ്പിളുകൾ കൊടുത്തയച്ച് ഇതിൽ നിന്ന് നിങ്ങളുടെ കുട്ടി എങ്ങനെയുള്ളതാകണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു മാതാപിതാക്കൾക്കും പടച്ച റബ്ബ് നൽകിയിട്ടില്ല. നമ്മുടെ എളാപ്പ മൂത്താപ്പമാരെയും നമ്മുടെ കുഞ്ഞിമ്മ വല്യമ്മമാരെയും ഒന്നും നമ്മൾ ആരും തെരഞ്ഞെടുത്തതല്ല. നമുക്ക് നമ്മുടെ അടുത്ത ബന്ധങ്ങളിൽ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏക ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഇണയെ മാത്രമാണ്. എനിക്ക് യോജിക്കുന്ന ഇണയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും അവൾക്ക് അനുയോജ്യമായ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദീനുൽ ഇസ്ലാം പെണ്ണിനും പകവച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ രീതി
മനുഷ്യന്റെ പ്രകൃതിയുമായി ഏറ്റവും അടുത്ത ഒരു സംവിധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സംവിധാനത്തെ എത്രത്തോളം നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അത്രയാണ് കുടുംബഘടന ശക്തമായി നിലനിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് വിഭവങ്ങളുടെ കേന്ദ്രമാണ്. ഈ വിഭവങ്ങളിൽ ദുനിയാവ് ഒരുപാട് സൗകര്യ സങ്കല്പങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കും. ദുനിയാവിലെ നമ്മുടെ എല്ലാ വിഭവങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് സ്വാലിഹായ ഒരു ഇണയെ ലഭിക്കുക എന്നതാണ്. ഒരാൾക്ക് ഈ ദുനിയാവിൽ ലഭിക്കാനുള്ള ഏറ്റവും നല്ല വിഭവം, ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവം സ്വാലിഹായ ഒരു ഇണയെ ലഭിക്കുക എന്നതാണ്. ഒരാളുടെ ഭാര്യയാകുന്ന സ്ത്രീ എത്രത്തോളം നല്ലവളാണോ, സ്വാലിഹത്താണോ, അത്രത്തോളം ആയിരിക്കും അയാളുടെ ജീവിതം ആസ്വാദ്യകരമായി തീരുക, അയാളുടെ ജീവിതം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. പെണ്ണിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും സന്തുഷ്ടകരമായ ജീവിതം നല്ലവനായ സ്വാലിഹായ ഒരു ഭർത്താവിന് ലഭിക്കുന്നിടത്താണ്. മറ്റെന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും, മറ്റെന്തൊക്കെ വിഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ ഹൈറുമത്ത അഥവാ സ്വാലിഹായ ഒരു ഇണ എന്ന ഈ ഹൈറുമത്തായിന്റെ കാര്യത്തിൽ വേണ്ടത്ര തൃപ്തികരമല്ല നമ്മുടെ അവസ്ഥയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മറ്റെന്തൊക്കെ ഉണ്ടായാലും സുഖമുണ്ടാവുകയില്ല, സമാധാനം ലഭിക്കുകയില്ല, ശാന്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇണകളുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബം രൂപപ്പെട്ടു വരുന്നത് ഈ വിവാഹത്തോടു കൂടിയാണല്ലോ. അപ്പൊ ഇണകളുടെ തെരഞ്ഞെടുപ്പിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണയിച്ചു തന്ന ചില സുപ്രധാനമായ അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നിക്കാഹ് ഖുതുബകൾ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത്തരം ഖുതുബകളിൽ ആവർത്തിച്ച്, അത് അറബിയിലായാലും മലയാളത്തിലായാലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ഹദീസാണ് തുൻകഹുൽ മർഅതു ലി അർബഇൻ മാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫദ്ഫർ ബിദാത്തി ദീൻ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. പെൺകുട്ടികൾ വിവാഹം കഴിച്ചടക്കപ്പെടുന്നത് പ്രധാനമായും 4 മാനദണ്ഡങ്ങളിലാണ്. ഒന്ന് മാലിഹ, ഒന്ന് അവരുടെ സമ്പത്താണ്. സമ്പത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഇന്നലത്തെ പാവപ്പെട്ടവൻ ഇന്ന് വലിയ സമ്പന്നനായി തീരുന്നതും ഇന്നത്തെ വലിയ ധനികൻ നാളെ വലിയ പാപ്പരായി മാറുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ സമ്പത്ത് എന്നത് സ്ഥായിയായി നിലനിൽപ്പുള്ള ഒന്നല്ല എന്നതുകൊണ്ട് ഇത്രയും മഹത്തായ ഒരു കരാർ, ഇത്രയും മഹത്തായ ഒരു ഉടമ്പടി, അതിനെ സമ്പത്തിന് മാനദണ്ഡമായി രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല എന്നുള്ളതാണ്. വലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ അവളുടെ ധനം നോക്കി നിങ്ങൾ അവളെ വിവാഹം കഴിക്കരുത്, മുതല് നോക്കി പെണ്ണിനെ അന്വേഷിക്കരുത് എന്നാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് കാര്യം അന്വേഷിക്കുമ്പോഴും ഈ മാനദണ്ഡം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായി പലരും മാനദണ്ഡമാക്കാറുള്ളത് സൗന്ദര്യമാണ്. സൗന്ദര്യ ഭ്രമം എന്ന് പറയുന്നത് സ്ത്രീധനത്തെക്കാളും ഗൗരവപ്പെട്ടതാണ്. മുമ്പ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ ആളുകൾ സ്ത്രീധനത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. പകരം നാട്ടുനടപ്പനുസരിച്ച് അത് നടക്കട്ടെ എന്ന് വെക്കലാണ്. എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് ഇത്ര പവൻ സ്വർണമാണ് ഞാൻ കൊടുത്തത്, അതുകൊണ്ട് എന്റെ മകൾ ഇത്രയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അവസ്ഥയാണെങ്കിൽ അവളുടെ ജ്യേഷ്ഠത്തിക്ക് ഇത്രയാണ് അവർ കൊടുത്തത്, അതുകൊണ്ട് അത്രയെങ്കിലും കിട്ടും. ഈ പറയുന്ന സ്വർണം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീധന സമ്പ്രദായം രക്ഷിതാവിനെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തതാണെങ്കിൽ സഹായിക്കാൻ പലരും ഉണ്ടാവും. ഇനി അതിനും കഴിയില്ലെങ്കിൽ നാട്ടുകാർ പിരിവെടുത്തുണ്ടാക്കും. ചിലപ്പോൾ അടിയാധാരം വരെ പണയം വെക്കേണ്ടി വന്നു എന്നും വരാം. പക്ഷെ എന്നാൽ ഇതിനേക്കാളും ഗൗരവപ്പെട്ടതാണ് സൗന്ദര്യം എന്ന് പറയുന്ന മാനദണ്ഡം. സൗന്ദര്യം എന്ന് പറയുന്നത് പിരിവെടുത്തുണ്ടാക്കാൻ പറ്റില്ല, അടിയാധാരം പണയം വെച്ചാലും കിട്ടൂല. അപ്പൊ എന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സിനിമാ നടിമാരെക്കാളും സീരിയൽ താരങ്ങളെക്കാളും ലോക സുന്ദരിപ്പട്ടം ലഭിച്ചവളെക്കാളും സുന്ദരിയാകണമെന്ന് മര്യാദക്ക് ഒരിക്കലെങ്കിലും തന്റെ മുഖമൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടില്ലാത്ത ഓരോ ചെറുപ്പക്കാരും അങ്ങോട്ട് തീരുമാനിച്ചാൽ ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പൊ പറഞ്ഞു വരുന്നത്, സ്ത്രീധനം എന്ന വിപത്തിനേക്കാൾ ഗുരുതരമായ വിപത്തായി സൗന്ദര്യം എന്ന വിപത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സൗന്ദര്യത്തിന്റെ പറയുന്നതിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് സ്ഥായിയായി നിലനിൽക്കുന്നതാണ്. 2 3 പ്രസവത്തോടു കൂടി തീരുന്നതാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് വരുമ്പോൾ ഉജ്ജ്വലമായ മഹത്തായ ഒരു കുടുംബം എന്ന സംവിധാനത്തിന്റെ രൂപീകരണത്തിൽ സൗന്ദര്യം മാനദണ്ഡമാക്കുന്നതും അബദ്ധമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ കാണുന്നത് തറവാടിത്തമാണ്, കുടുംബപരമായ ഒരു മഹിമയും മേന്മയും ഒക്കെ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിൽ ഒരു തറവാടിനും ഒരു പ്രത്യേകതയുമില്ല.
ഒരു തറവാടിനും ഒരു പ്രത്യേകതയുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പടച്ചവന്റെ അടുത്ത് പരിഗണന ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്താണ്, പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിമഹത്തായ മീസാഖൻ ഖലീല, വളരെ ബലിഷ്ഠമായ ഒരു കരാറിന് നമ്മൾ മാനദണ്ഡമാക്കുന്നത് ഈ പറഞ്ഞ പടച്ചവൻ ഒരു വിലയും കൽപ്പിക്കാത്ത, അള്ളാന്റെ അടുത്ത് ഒരു പരിഗണനയും ഇല്ലാത്ത, തറവാടിത്തം മാനദണ്ഡമാക്കുന്നവൻ ഒരു നിലവാരമില്ലാത്തവനായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ എന്താണ് ഈ ഉടമ്പടിക്ക് മാനദണ്ഡമാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ. അത് ആദർശ പൊരുത്തമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഈ ഒരു പരിഗണന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളുടെ തെരഞ്ഞെടുപ്പിന് നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പരിഗണന നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ സാധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമുക്ക് സ്വാധീനമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇണകളുടെ തെരഞ്ഞെടുപ്പിന് ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ആദർശ പൊരുത്തമാകുന്ന പരിഗണന നമുക്ക് മുന്നിൽ നിൽക്കാൻ, അതിന് നമ്മൾ മുൻഗണന നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. ഇന്നൊക്കെ എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ നടന്നു വരുന്നത്? ഒരു കാര്യം നമ്മുടെ മകൾക്ക് വന്നാൽ, അല്ലെങ്കിൽ മകന് കാര്യം അന്വേഷിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തറവാട്ടുകാരാണോ, നമുക്കൊക്കെ ചേരുന്ന തറവാടാണോ, തിരക്കേടില്ല. പിന്നെ മക്കൾ തമ്മിൽ എങ്ങനെ സൗന്ദര്യം ഉണ്ടോ, അത് നോക്കും, കുഴപ്പമില്ല. പിന്നെ നോക്കുക നമ്മൾ സ്വത്തുണ്ടോ എന്നാണ്, അത് മോശമില്ല. ഇത് മൂന്നും അങ്ങോട്ട് ഒത്തു വന്നാൽ പിന്നെ ദീനുണ്ടോ എന്നൊരു നോട്ടാണ്. അപ്പോ ഒരു ദീൻ അങ്ങോട്ട് ഉണ്ടാവലാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ മാനദണ്ഡങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭവനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദാമ്പത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലഹങ്ങളിലും അതുപോലെ തന്നെ ശൈഥില്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്ന മാനദണ്ഡം ഈ പറഞ്ഞ ഒരു കുടുംബ ഘടനയുടെ രൂപീകരണത്തിൽ തന്നെ നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ എവിടെയാണ് സമാധാനം ഉണ്ടാവുക? പിന്നെ ആ കുടുംബ ജീവിതം എങ്ങനെയാണ് സുഖ സന്തോഷത്തിൽ മുന്നോട്ട് പോവുക എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദർശ പ്രതിബദ്ധത, ആദർശ പൊരുത്തം. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജൈവികവും ശാരീരികവുമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പെണ്ണിനെയല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു പെണ്ണിനെ മാത്രമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ മക്കളുടെ ഉമ്മയെ കൂടിയാണ്. നമ്മളുടെ മക്കളുടെ പ്രഥമ ദീനി വിദ്യാലയം കൂടി ആകേണ്ട ഒരു പെണ്ണിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ആദർശ പൊരുത്തത്തിനല്ലേ നമ്മൾ പ്രഥമ പരിഗണന നൽകേണ്ടത്? എന്റെ മക്കൾക്ക് ഇണകളെ തെരഞ്ഞെടുക്കുമ്പോ, എന്റെ മകന് ഞാൻ ഇണയെ തെരഞ്ഞെടുക്കുമ്പോ ഞാൻ തെരഞ്ഞെടുക്കുന്നത് എന്റെ പേരക്കുട്ടികളുടെ ഉമ്മയെയാണ്. എന്റെ മകൾക്ക് ഞാൻ ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ എന്റെ പേരക്കുട്ടികളുടെ ഉപ്പയെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ആ ഒരു ഗൗരവ സ്വഭാവത്തിൽ ഈ ഇണകളുടെ തെരഞ്ഞെടുപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ആ പ്രഥമ പരിഗണന ഏതിന് നൽകണം? മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊന്നും തീരെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നിങ്ങളുടെ പ്രഥമ പരിഗണന, നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ മുന്തി നിൽക്കേണ്ടത് ആദർശ പൊരുത്തമായിരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇണതുണകളുമായുള്ള ജീവിതത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകനും ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ബന്ധത്തെ വിശേഷിപ്പിച്ച ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറഞ്ഞത് അവർ പരസ്പരം വസ്ത്രങ്ങളാണ് എന്നാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവൾക്ക് വസ്ത്രമാണ്, അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. മനോഹരമായ ഒരു പ്രയോഗമാണത്. നമുക്കറിയാമല്ലോ എന്താണ് വസ്ത്രത്തിന്റെ പ്രത്യേകത. ഇണകളെ പരസ്പരം വസ്ത്രങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്? വസ്ത്രം നമുക്കറിയാം ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഇണകളും ഇതുപോലെ പരസ്പരം സംരക്ഷകരാണ്, അഭിമാനത്തിന്റെ സംരക്ഷകരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഇണകളെ നമ്മൾ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സവിശേഷതയെ, ഈ ഒരു പരാമർശത്തോട് നമ്മൾ നീതി പുലർത്തുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. വസ്ത്രം നമ്മുടെ ശരീരത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ്. നമുക്ക് നമ്മുടെ വസ്ത്രത്തിനുമിടയിൽ ഒരു ഗ്യാപ്പുമില്ല, ഒരു വിടവുമില്ല. നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. ഇതുപോലെ യാതൊരു വിടവുമില്ലാതെ, പരസ്പരം യാതൊരു അകൽച്ചയുമില്ലാതെ ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കേണ്ടവരാണ് ഇണതുണകൾ എന്ന് ആ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വസ്ത്രം നമ്മുടെ ന്യൂനതകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളെ മറച്ചു വെക്കുന്നത് കൂടിയാണ് വസ്ത്രം. ഇണകളും ഇതുപോലെയാകണം എന്നുള്ളതാണ്.
അപ്പൊ കുറവുകളൊക്കെ മൂടിവെക്കാൻ കഴിയുന്നവരാകണം, ന്യൂനതകൾ മറച്ചുവെക്കാൻ കഴിയുന്നവരാകണം, പരസ്പരം സംരക്ഷണം നൽകുന്ന, ഏറ്റവും അടുത്തു നിൽക്കുന്ന, ന്യൂനതകളെ പരിഹരിക്കുന്ന വസ്ത്രത്തിന്റെ ദൗത്യമാണ് ഇണതുണകൾക്കിടയിൽ നിർവഹിക്കപ്പെടേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പഠിപ്പിക്കുകയാണ്. എന്താണ് ഇത്രയും അടുത്ത ബന്ധം ഇണകൾക്കിടയിൽ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ച് കൂടി പരിശുദ്ധ ഖുർആൻ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു ഒരു വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയ എല്ലാ സമൂഹങ്ങളിലും സ്ത്രീ പുരുഷന്മാർ യഥേഷ്ടമാണ്. മനുഷ്യന്റെ കൈകടത്തലുകളില്ലെങ്കിൽ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും സ്ത്രീകൾ ഒരൽപ്പം കൂടുതലാണ്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് പറയുന്നത്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. ഭാഷയും സാഹിത്യവും പോലെ ഇണയും തുണയും എന്ന് പറയുന്നത് രണ്ടല്ല ഒന്നിന്റെ പൂർണ്ണതയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇണയും തുണയും എന്ന് പറയുന്നത് രണ്ടല്ല ഒന്നിന്റെ പൂർണ്ണതയാണ് എന്നാണ്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണ്. ഒന്നിന്റെ അഭാവത്തിൽ മറ്റേത് അപൂർണമാണ്. അവർ നിങ്ങളിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറയുമ്പോൾ അത് ആദമും ഹവ്വയും പോലെ. ചില വ്യാഖ്യാനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇത് ആദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും ഹവ്വാബിയെ കുറിച്ചും മാത്രമുള്ള ഒരു പ്രയോഗമായി പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഓരോ മനുഷ്യനിൽ നിന്നും അവരുടെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. അത് കണ്ടെത്തുക എന്നാണ് മനുഷ്യൻ നിർവഹിക്കുന്നത്. കണ്ടെത്തുന്നതിൽ സംഭവിക്കുന്ന വീഴ്ചയല്ലേ വേർപിരിയലിൽ അവസാനിക്കുന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബന്ധമുണ്ടാക്കിയവൻ. മവദ്ദത്ത് എന്നത് സ്നേഹം എന്നതിനേക്കാളൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള പ്രയോഗമാണ്. മലയാള തഫ്സീറുകളിലൊക്കെ അതിന് സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഇത് ഭാഷയുടെ ഒരു പരിമിതിയാണ്. മവദ്ദത്തൻ എന്ന ആ അറബി പ്രയോഗത്തിന് സമാനമായ ഒരു മലയാള പദം നിഘണ്ടുവിൽ നമുക്ക് കാണുക സാധ്യമല്ല. സ്നേഹം നമുക്ക് പലരോടുമുണ്ട്, അല്ലെ? നമുക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്, മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, സഹോദരങ്ങളോട് സ്നേഹമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് സ്നേഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സ്നേഹത്തെക്കാളും ഉപരിയായ, ഇതിനേക്കാളൊക്കെ കൂടുതൽ ദൃഢമായ എന്തൊക്കെയോ അന്തർധാരകളുള്ള ഒരു വികാരം ഇണതുണകളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദമായി നമുക്ക് പറയാം. പ്രണയം, പ്രേമം എന്നൊക്കെ പറയുന്നത് ആരാന്റെ മക്കളെ ചതിച്ചും ചാടിച്ചും കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിന്റെ പേരല്ല ദീനുൽ ഇസ്ലാമിൽ. ഇണതുണകൾക്കിടയിൽ വിവാഹാനന്തരം ഉണ്ടായി വരേണ്ട ആ ഒരു അങ്ങേയറ്റത്തെ ഗാഢമായ വികാരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മവദ്ദത്ത് ഇരുവരിലും ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ഒരു ആയാത്താണ്, പടച്ചവന്റെ ഒരു ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്. സ്ത്രീയുടെ മനസ്സിനും ശരീരത്തിനും ഇണങ്ങുന്ന വിധമാണ് അള്ളാഹു പുരുഷന്റെ മനസ്സും ശരീരവും സൃഷ്ടിച്ചിട്ടുള്ളത്. പുരുഷന്റെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന വിധമാണ് സ്ത്രീകളുടെ മനസ്സും ശരീരവും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, ഈ രണ്ടിനുമിടയിൽ, ഇരുവർക്കുമിടയിൽ അങ്ങേറ്റത്തെ വികാരവായ്പോട് കൂടിയുള്ള ഒരു ആത്മബന്ധം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് പടച്ചവന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്ന് വരെ ഒരു പരിചയമില്ലാതിരുന്ന, രണ്ട് പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന, രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന, രണ്ട് വ്യത്യസ്ത പ്രകൃതങ്ങളുള്ള രണ്ട് മനുഷ്യരെ, രണ്ട് വ്യക്തികളെ ഈ ഒരു കരാറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിത്തീരുന്ന ഈ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ ഒരു വല്ലാത്ത പ്രയോഗത്തിൽ മവദ്ദ അള്ളാഹു ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ്. പടച്ചവൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ മവദ്ദത്തും റഹ്മത്തും, ഈ ബന്ധത്തെ പരമാവധി വളർത്തി വികസിപ്പിച്ച് പുഷ്കലമാക്കി വെക്കുക എന്നതാണ് ഇണതുണകൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും നമ്മൾ പറയുന്നത് പരസ്പരം സ്നേഹിച്ചാൽ മാത്രം പോരാ എന്നതാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി കഴിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇണതുണകൾ പരസ്പരമുള്ള സ്നേഹം കൽബിനുള്ളിൽ ഒതുക്കി വെക്കേണ്ട ഒരു സംഗതിയല്ല. ഉള്ളിലുള്ളതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, മുഖഭാവത്തിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ അത് ഇരുവർക്കും പ്രകടമാവുക കൂടി ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നാം നമ്മുടേതായ ഒരു കുടുംബഘടനകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സ്നേഹ പ്രകടനങ്ങൾ വേണ്ട വിധം ഇനിയും തൃപ്തികരമാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സ്നേഹ പ്രകടനങ്ങൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പലപ്പോഴും നമ്മുടേതായ കുടുംബഘടനയിൽ
നമ്മൾ പിശുക്ക് കാട്ടുന്നവരാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. എന്നാൽ അതേസമയം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഇണതുണകൾ പരസ്പരം ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ ഒട്ടും പിശുക്ക് കാണിക്കുകയില്ല, അല്ലെ? കോപം പ്രകടിപ്പിക്കുന്നിടത്ത് ഒട്ടും പിശുക്ക് കാണിക്കാത്തവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? സ്ത്രീകൾ ചിലപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നിടത്ത് ചില രീതികളൊക്കെ സ്വീകരിക്കും. പെട്ടെന്ന് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചില്ലെന്ന് വരും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ വാതിലൊക്കെ തുറന്നടക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ അടക്കും. ചിലപ്പോൾ മക്കളോട് അനാവശ്യമായി ദേഷ്യം പിടിക്കും. അങ്ങനെയൊക്കെ അവർ തങ്ങളുടെ ഭർത്താവിനോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു എന്ന് വരും. ഇനി തിരിച്ചാണെങ്കിലോ, പുരുഷന്മാർ സ്ത്രീകളോട് പ്രകടിപ്പിക്കുന്ന ദേഷ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കോപത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് അസ്ഥാനത്തായിരിക്കുകയും ചെയ്യും. ഇണകളോട് പലപ്പോഴും ദേഷ്യം പിടിക്കാറുള്ളത് ആ പെണ്ണ് ചെയ്ത എന്തെങ്കിലും പാതകത്തിന്റെ പേരിലായിരിക്കില്ല. ചിലപ്പോൾ ജോലിയിൽ അനുഭവപ്പെട്ട എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും, അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ടാവും. അതല്ലെങ്കിൽ സാമ്പത്തികമായ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മറ്റാരെങ്കിലുമായിട്ട് വല്ല വേണ്ടാത്ത വർത്തമാനം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ മനസ്സിലുണ്ടാവും. കച്ചവടക്കാർക്കും ഉണ്ടാവും. ചിലപ്പോൾ പാർട്ടി ചെക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും. കച്ചവടത്തിൽ അലട്ടുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ക്യാഷ് ബാലൻസും ചിലപ്പോൾ അന്ന് ക്ലിയർ ആവാത്ത വിഷമം കൊണ്ടുകൂടിയൊക്കെ വന്നിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്ത ചെക്ക് ക്ലിയർ ആവാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള എല്ലാ ടെൻഷന്റെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും നിരപരാധികളായ നമ്മുടെ വീട്ടിനുള്ളിലെ ഇണകളായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തണം. ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇണകളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പലപ്പോഴും പിശുക്ക് കാണിക്കുന്നുണ്ടോ എന്നും നമ്മൾ വിലയിരുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നീ നിന്റെ ഇണയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ചോറുണ്ടല്ലോ, അതുപോലും നിനക്ക് സദക്കയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആകപ്പാടൊരു നിലയും വിലയുള്ളത് കോളെടുത്താണ്. ഇനി അതും കൂടി അങ്ങോട്ട് നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓളെ മുമ്പിൽ കുറച്ച് മസിലൊക്കെ പിടിച്ച് ഇടക്കൊക്കെ ഒന്ന് ചൂടായി അങ്ങനെ ആ ഗൗരവം വിടാതിരുന്നാലല്ലേ ഒരു നിലയും വിലയൊക്കെ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ ധാരണ നമുക്കുണ്ടെങ്കിൽ ഈ ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നമ്മൾ തിരുത്തിയില്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ അത് നമ്മളെ കൊണ്ട് തിരുത്തിക്കും എന്ന് കൂടി നമ്മൾ അറിയണം. കാര്യങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശിഥിലമായി കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, ദാമ്പത്യ തകർച്ചകൾ നമ്മൾ കേട്ടും വായിച്ചും കണ്ടും കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇണതുണങ്ങൾക്കിടയിൽ റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ള മവദ്ദത്ത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയുള്ള റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു ചോദക ശക്തിയാണ്. കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണതുണകളിൽ സൃഷ്ടിക്കുന്നതാണ്. അത് മവദ്ദത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വികാരമാണ്. നമുക്കറിയാമല്ലോ, വർഷങ്ങളായി നട്ടെല്ല് തകർന്നു, അപകടത്തിൽ നട്ടെല്ല് തകർന്നു കിടക്കുന്ന ഭർത്താവ് ദാമ്പത്യം ആരംഭിച്ച ആദ്യകാലത്ത് തന്നെ പതിറ്റാണ്ടുകളായി അദ്ദേഹം കിടക്കയിലാണ്. അരയുടെ കീഴ്ഭാഗം മുഴുവൻ തളർന്ന് ഒരു ചലനവുമില്ലാതെ കിടക്കുന്ന ഭർത്താവുമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇനി ആ അസുഖം മാറി തന്റെ ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാത്ത അദ്ദേഹത്തിന്റെ ഇണ ഒരു മടുപ്പുമില്ലാതെ നല്ല മനസ്സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് കൂടെ കഴിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്ന വൈകാരികമായ അന്തർധാരയായി നിൽക്കുന്ന സ്നേഹത്തെക്കാൾ മറ്റെന്തൊക്കെയോ പ്രത്യേകതകളുള്ള പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള ഈ കാരുണ്യം എന്ന ബന്ധം കൊണ്ട് സാധിക്കുന്നതാണ്. മധ്യവയസ്കരായി പിന്നീട് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും ഈ മവദ്ദത്ത് എന്നതിനേക്കാളും ദമ്പതികൾക്കിടയിൽ വളർന്നു വരുന്നത് ഈ പരസ്പര കാരുണ്യമാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ഇത് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടേതായ കുടുംബഘടനകളിൽ പരസ്പര സ്നേഹത്തിലും പ്രണയത്തിലും അതുപോലെ തന്നെ കാരുണ്യത്തിലും അധിഷ്ഠിതമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. സ്വല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വജഅൽനാ മഅഹും യാ അർഹമർ റഹീമീൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഊസീകും വനഫ്സി സാനിയൻ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ലിബറൽ കാഴ്ചപ്പാടുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശ സംരക്ഷണത്തിന്റെയും അതുപോലെ തന്നെ കുടുംബഘടനയുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒക്കെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വളരെ മൗലികമായ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധമായി ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇടതുണകളുമായി ബന്ധപ്പെട്ടുകൊണ്ട വിഷയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മുടെ പരിഗണനയിൽ ഇനിയും വന്നിട്ടില്ലാത്തതുമായ കുറെ വിഷയങ്ങൾ ഈ കുടുംബഘടനയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സഹോദരി സഹോദരങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാൽ തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്കത് ആകാവുന്നതാണ്. മാത്രവുമല്ല, ഇന്ന് ദുർബലമായി കൊണ്ടിരിക്കുന്ന മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, പ്രായമായ മാതാപിതാക്കളോടുള്ള മധ്യവയസ്കരായ ആളുകളുടെ സമീപനങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ആഴത്തിലും പരപ്പിലും ഒക്കെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മക്കൾ ഇന്ന് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയും വലിയ ടെൻഷനുമാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകളും അസ്വസ്ഥതകളുമാണ് പലരും പങ്കുവെക്കാറുള്ളത്. അപ്പോൾ കുട്ടികളെ ഈ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് അവർ ദുനിയാവിൽ നമുക്ക് പ്രയോജനപ്പെടണം. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിനടുത്ത് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സൽസന്താനങ്ങളായി നമ്മുടെ മക്കൾ മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് അവർ നമുക്ക് അനുകൂലമായ സാക്ഷ്യമായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ മക്കളുടെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ കുടുംബഘടന ഭദ്രമായി ഭംഗിയായി ശിഥിലമായി പോകാതെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കാര്യങ്ങളാണ് ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരി സഹോദരങ്ങൾ ഒരല്പം കൂടി നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന്റെ ആദ്യം മുതൽ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോറലേൽക്കാതെ ശിഥിലമായി പോകാതെ ബന്ധങ്ങൾ ഏറ്റവും ദൃഢമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അല്ലാഹു കാരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളായി വളർന്നത് കാണാൻ നമുക്ക് കൺകുളിർമ നൽകുന്ന ഇണകളും മക്കളുമായി അവരെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരലോകത്ത് ഇണയും തുണയും നമ്മുടെ മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ച് അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കുന്ന ഒരു സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا وأهلنا مسلمين وألحقنا بالصالحين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم اعتقنا وأهلنا من النار وأدخلنا الجنة يا رب العالمين. اللهم اشفنا واشف أمراضنا وأمراض والدينا وأزواجنا وأولادنا وإخواننا وأخواتنا يا شافي الأمراض. لا شفاء إلا شفاؤك شفاء لا يغادر سقما ولا ألما يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.